ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ വളരെ കൗതുകകരമായ ഒരു ഏടിനെക്കുറിച്ചാണ്. ഇന്ത്യയിലെ സ്വകാര്യ എയർലൈനുകളുടെ ചരിത്രം ഒട്ടേറെ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായി വ്യോമയാന മേഖല സ്വകാര്യ കമ്പനികൾക്കായി തുറന്നുകൊടുത്തു. അതുവരെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യക്കും എയർലൈൻസിനും മാത്രമായിരുന്നു ഈ മേഖലയിൽ ആധിപത്യമുണ്ടായിരുന്നത്. 1991 പുതിയ നയം വന്നതോടെ നിരവധി സ്വകാര്യ സംരംഭകർ വിമാന കമ്പനികൾ തുടങ്ങാൻ മുന്നോട്ട് വന്നു. അങ്ങനെ തുടങ്ങിയ കമ്പനികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു NEPC എയർലൈൻസ്. ഈ കമ്പനിയുടെ തുടക്കം വളരെ മികച്ചതായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വലിയ തകർച്ച നേരിടേണ്ടി വന്നു. ഈ കമ്പനിയുടെ വളർച്ചയുടെയും തകർച്ചയുടെയും പൂർണ്ണമായ ചരിത്രമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. NEPC എയർലൈൻസ് തുടങ്ങിയത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ വ്യവസായ ഗ്രൂപ്പാണ്. രവി പ്രകാശ് കേംക എന്ന വ്യവസായിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. നാച്ചുറൽ എനർജി പ്രോസസിംഗ് കമ്പനി എന്നാണ് NEPC എന്നതിന്റെ പൂർണ്ണ രൂപം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻമിൽ വ്യവസായത്തിൽ ഇവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായിരുന്നു. 1989 ഈ കമ്പനി പ്രധാനമായും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചത്. ഊർജ്ജ മേഖലയ്ക്ക് പുറമെ ഭക്ഷ്യ സംസ്കരണം, തുണിത്തരങ്ങൾ എന്നീ മേഖലകളിലും അവർക്ക് വലിയ ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാക്കിയ സമയത്താണ് അവർ പുതിയ മേഖലകളിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് വിമാന സർവീസ് എന്ന മോഹം രവി പ്രകാശ് കേംകയ്ക്ക് ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയങ്ങൾ ഇവർക്ക് ഇതിനുള്ള വലിയ അവസരം നൽകി. 1993 NEPC എയർലൈൻസ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ചെന്നൈ ആയിരുന്നു അവരുടെ പ്രധാന ആസ്ഥാനം. തുടക്കത്തിൽ ചെറിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസുകൾക്കാണ് അവർ മുൻഗണന നൽകിയത്. വലിയ നഗരങ്ങളിൽ മറ്റ് വിമാന കമ്പനികൾ തമ്മിൽ വലിയ മത്സരമായിരുന്നു. അതിനാൽ ചെറിയ നഗരങ്ങളിലെ യാത്രക്കാരെ ലക്ഷ്യമിട്ട് അവർ തങ്ങളുടെ തന്ത്രം രൂപീകരിച്ചു. ഇതിനായി ഫോക്കർ F-27 എന്ന ചെറിയ വിമാനങ്ങളാണ് അവർ കൂടുതലും ഉപയോഗിച്ചത്. ഈ വിമാനങ്ങളിൽ ഏകദേശം 50 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. ഇൻഡോർ, പൂനെ, നാഗ്പൂർ, മൈസൂർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് അവർ സർവീസ് നടത്തി. ദക്ഷിണേന്ത്യയിലെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ അവർ വലിയ വിജയം നേടി. കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനം നൽകാൻ കഴിഞ്ഞത് അവരുടെ ജനപ്രീതി വളരെ വേഗം വർദ്ധിപ്പിച്ചു. പെട്ടെന്ന് തന്നെ NEPC എയർലൈൻസ് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന പേരായി മാറി. 9 ഫോക്കർ F-27 വിമാനങ്ങളും 5 ബോയിങ് 737-200 വിമാനങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കൃത്യസമയത്തുള്ള സർവീസുകൾ അവരുടെ പ്രത്യേകതയായിരുന്നു. വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് മുംബൈ, ഡൽഹി, ബംഗളൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും അവർ പിന്നീട് സർവീസ് തുടങ്ങി. 1994 സർക്കാർ ഈ മേഖലയിലെ നിയമങ്ങൾ കൂടുതൽ ഉദാരമാക്കി. ഇത് NEPC എയർലൈൻസിന് കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനും സർവീസുകൾ വ്യാപിപ്പിക്കാനും സഹായകമായി. ഈ സമയത്ത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, ജെറ്റ് എയർവേസ്, മോഡിലുഫ്റ്റ്, സഹാറ എയർലൈൻസ് എന്നിവരായിരുന്നു ഇവരുടെ പ്രധാന എതിരാളികൾ. ഈ കടുത്ത മത്സരങ്ങൾക്കിടയിലും NEPC തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തി. ബിസിനസ് വലുതാക്കാൻ NEPC ഗ്രൂപ്പ് പുതിയൊരു തന്ത്രം പ്രയോഗിച്ചു. മറ്റ് ചെറിയ വിമാന കമ്പനികളെ വിലയ്ക്ക് വാങ്ങുക എന്നതായിരുന്നു അത്. ഈ തന്ത്രത്തിന്റെ ഭാഗമായി അവർ ദമാനിയ എയർവേസ് എന്ന കമ്പനിയെ ലക്ഷ്യമിട്ടു. 1992 പർവേസ് ദമാനിയ, പിസ്പി ദമാനിയ എന്നീ സഹോദരന്മാർ തുടങ്ങിയ കമ്പനിയായിരുന്നു ദമാനിയ എയർവേസ്. മുംബൈ ആയിരുന്നു അവരുടെ ആസ്ഥാനം. യാത്രക്കാർക്ക് മദ്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിമാനത്തിൽ നൽകി അവർ പ്രശസ്തരായി. എന്നാൽ സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ ദമാനിയ എയർവേസിന് വലിയ തിരിച്ചടിയായി. ലാഭകരമല്ലാത്ത ചെറിയ നഗരങ്ങളിലേക്കും നിർബന്ധമായി സർവീസ് നടത്തണമെന്ന് വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടു. ഇതിനുള്ള ചെറിയ വിമാനങ്ങൾ ദമാനിയ എയർവേസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധി മുതലെടുത്ത് NEPC ഗ്രൂപ്പ് ദമാനിയ എയർവേസിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 1995 മെയ് മാസത്തിൽ NEPC ഗ്രൂപ്പ് ദമാനിയ എയർവേസിന്റെ ഭരണം ഔദ്യോഗികമായി ഏറ്റെടുത്തു. അതിനുശേഷം ആ കമ്പനിയുടെ പേര് സ്കൈലൈൻ NEPC എന്ന് മാറ്റി. ഇതൊരു വളരെ തന്ത്രപരമായ ബിസിനസ് നീക്കമായിരുന്നു. കാരണം ദമാനിയ എയർവേസിന് വലിയ നഗരങ്ങളിൽ നല്ല സർവീസ് ഉണ്ടായിരുന്നു. NEPCക്ക് ചെറിയ നഗരങ്ങളിലും നല്ല സ്വാധീനമുണ്ടായിരുന്നു. ഇവ രണ്ടും കൂടി ചേർന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനികളിൽ ഒന്നായി അവർ മാറി. ദമാനിയ എയർവേസിന്റെ പേര് ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നതിനാൽ തുടക്കത്തിൽ പഴയ പേരിലാണ് അവർ സർവീസ് നടത്തിയത്. പിന്നീട് പൂർണ്ണമായും സ്കൈലൈൻ NEPC എന്ന പേരിലേക്ക് അവർ കമ്പനിയെ മാറ്റി. ഇത് വ്യോമയാന മേഖലയിൽ രവി പ്രകാശ് കേംകയുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ദമാനിയ എയർവേസിനെ ഏറ്റെടുത്തതിനു ശേഷം NEPC മാനേജ്മെന്റിന്റെ ആത്മവിശ്വാസം വളരെ വർദ്ധിച്ചു. ഇതേ തുടർന്ന് അവർ മോഡിലുഫ്റ്റ് എന്ന മറ്റൊരു വലിയ കമ്പനിയെ കൂടി ഏറ്റെടുക്കാൻ ശ്രമിച്ചു. 1996 ഈ സംഭവം നടന്നത്. മോഡിലുഫ്റ്റ് കമ്പനിയുടെ 48% ഓഹരികൾ വാങ്ങാൻ NEPC ഗ്രൂപ്പ് പരസ്യമായി വാഗ്ദാനം നൽകി. 29 രൂപ നിരക്കിൽ ഏകദേശം 3 കോടി ഓഹരികൾ വാങ്ങാനാണ് അവർ തയ്യാറായത്. ഇതിനായി ഏകദേശം 87 കോടി രൂപ അവർ മാറ്റിവെച്ചു. ഈ നീക്കം ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്ത് വലിയ വാർത്തയായി മാറി. ഇതൊരു ശത്രുതാപരമായ ഏറ്റെടുക്കൽ ശ്രമമായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സെബി ഈ നീക്കത്തിന് തടയിട്ടു. നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തതിനാൽ ഈ വലിയ ഏറ്റെടുക്കൽ ശ്രമം പരാജയപ്പെട്ടു. ഒരു വശത്ത് കമ്പനികളെ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അവർ സ്വന്തം കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു. പുതിയ വിമാനങ്ങൾ വാങ്ങാനും വാടകയ്ക്കെടുക്കാനുമായി അവർ കോടിക്കണക്കിന് രൂപ മുടക്കി.
ഏകദേശം 110 കോടി രൂപ പുതിയ വിമാനങ്ങൾക്കായി മാത്രം ചിലവാക്കിയെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് ലഭിച്ചിരുന്നില്ല. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും വിമാനത്തിന്റെ ഇന്ധന ചെലവും അറ്റകുറ്റപ്പണികൾക്കുള്ള ചിലവും അതിലും വലുതായി. കൂടാതെ ചെറിയ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ പലതും വലിയ സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു. സർക്കാർ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഈ നഷ്ടത്തിലുള്ള സർവീസുകൾ നടത്തിയത്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഇല്ലാത്തത് അവരെ പതിയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചു. 1996 അവസാനത്തോടെ കമ്പനിയുടെ സാമ്പത്തിക നില വളരെ മോശമായി തുടങ്ങിയിരുന്നു. വിമാനങ്ങൾക്ക് ഇന്ധനം നൽകിയിരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയിരുന്നു. 1996 ജൂലൈ 23 ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് ഇന്ധനം നൽകിയിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് പണം നൽകാൻ കഴിയാത്തതിനാൽ വലിയൊരു തുക കുടിശ്ശികയായി മാറി. NEPC ഇന്ത്യ ലിമിറ്റഡും സ്കൈലൈൻ NEPCയും ചേർന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് നൽകാനുണ്ടായിരുന്നത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്ധന വിതരണം നിർത്തുമെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ വിമാനങ്ങൾ വാടകയ്ക്ക് നൽകിയ വിദേശ കമ്പനികൾക്കും അവർ കൃത്യമായി വാടക നൽകിയില്ല. വിമാനത്താവളങ്ങളിലെ പാർക്കിംഗ് ഫീസും അടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥയും വന്നു. ഇത് കമ്പനിക്കുള്ളിൽ വളരെ വലിയ അസംതൃപ്തി ഉണ്ടാക്കി. സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നിയമപരമായ നടപടികളും അവർക്കെതിരെ വന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തങ്ങളുടെ പണം തിരികെ കിട്ടാൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. വാടക ലഭിക്കാത്തതിനെ തുടർന്ന് വിമാന കമ്പനികൾ തങ്ങളുടെ വിമാനങ്ങൾ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന സർക്കാർ ഏജൻസിയും അവർക്കെതിരെ കർശന നടപടികൾ എടുത്തു. എല്ലാ വിമാനങ്ങളിലും ഒരു പ്രത്യേക സുരക്ഷാ ഉപകരണം വെക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഈ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ല. ഇത് വലിയൊരു നിയമലംഘനമായി സർക്കാർ കണക്കാക്കി. ഈ കോടതി വ്യവഹാരങ്ങൾ കമ്പനിയുടെ പേര് വലിയ തോതിൽ നശിപ്പിച്ചു. പണം നൽകാൻ കഴിയാതെ വന്നപ്പോൾ NEPC പ്രതിരോധത്തിലായി. 1997 കമ്പനിയുടെ അവസ്ഥ പൂർണ്ണമായും തകർന്നു. വാർഷിക ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ആഗോള സംവിധാനത്തിൽ നിന്നും ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അവരെ പുറത്താക്കി. ഇതോടെ ട്രാവൽ ഏജൻസികൾക്ക് ഇവരുടെ ടിക്കറ്റുകൾ വിൽക്കാൻ കഴിയാതെ വന്നു. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചു. പല എയർപോർട്ടുകളിലും അവരുടെ വിമാനങ്ങൾ പിടിച്ചുവെച്ചു. നികുതി അടയ്ക്കാത്തതിനാൽ കസ്റ്റംസ് വകുപ്പും അവരുടെ വിമാനങ്ങൾ കണ്ടുകെട്ടി. പല വിമാനങ്ങളുടെ എഞ്ചിനുകൾ വരെ അഴിച്ചുമാറ്റപ്പെട്ടു. ഇതോടെ വിമാനങ്ങൾ പറത്താൻ കഴിയാത്ത വളരെ ദയനീയമായ അവസ്ഥയായി. ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിന് ഇത് വലിയ നാണക്കേടുണ്ടാക്കി. 1997 പകുതിയോടെ NEPC എയർലൈൻസിന്റെയും സ്കൈലൈൻ NEPCയുടെയും എല്ലാ സർവീസുകളും പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു. മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് പൈലറ്റുമാർ വലിയ സമരം നടത്തി. ചില മുതിർന്ന പൈലറ്റുമാരെ യാതൊരു കാരണവുമില്ലാതെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് സമരത്തിന് കാരണമായി. ശമ്പളം പോലും ലഭിക്കാതെ ആയിരക്കണക്കിന് ജീവനക്കാർ പെരുവഴിയിലായി. യാത്രക്കാർക്ക് തങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ പണം തിരികെ ലഭിച്ചില്ല. ഇത് വലിയ ജനരോഷത്തിന് കാരണമായി. ഒരിക്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായിരുന്ന NEPC വെറും 4 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതായി. വിമാനത്താവളങ്ങളിൽ അവരുടെ വിമാനങ്ങൾ ഉപയോഗശൂന്യമായി വെയിലത്ത് കിടക്കുന്നത് വളരെ സങ്കടകരമായ കാഴ്ചയായിരുന്നു. കമ്പനി പൂട്ടിയതിനു ശേഷവും നീണ്ട നിയമ പോരാട്ടങ്ങൾ തുടർന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് വിശദമായി വാദം കേട്ടു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് നൽകാനുള്ള 19 കോടി രൂപയുടെ ബാധ്യത കമ്പനിക്കുണ്ടെന്ന് കോടതി കൃത്യമായി കണ്ടെത്തി. പണം നൽകാത്തതിനാൽ NEPC കമ്പനിയെ അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടു. ഇതുകൂടാതെ ഓഹരി ഉടമകൾക്കും അവർ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ദമാനിയ എയർവേസ് ഏറ്റെടുത്ത സമയത്ത് ഓഹരി ഉടമകൾക്ക് 1996 മാർച്ച് 28 പണം നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇത് പാലിക്കാൻ അവർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് സെബി അവരെ ഓഹരി വിപണിയിൽ നിന്നും 5 വർഷത്തേക്ക് വിലക്കി. രവി പ്രകാശ് കേംകയ്ക്കും അദ്ദേഹത്തിന്റെ കമ്പനികൾക്കുമെതിരെ കർശനമായ നടപടികളാണ് സർക്കാർ ഏജൻസികൾ എടുത്തത്. NEPC എയർലൈൻസിന്റെ പരാജയം ഇന്ത്യൻ വ്യവസായ ലോകത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത്. ഒരു വിമാന കമ്പനി നടത്താൻ പണം മാത്രം പോരാ, കൃത്യമായ ദീർഘവീക്ഷണവും വേണമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. വിമാനയാത്ര എന്ന ആഡംബര മോഹം മാത്രം വെച്ചുകൊണ്ട് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ധനവില, വിദേശ നാണയത്തിന്റെ വിനിമയ നിരക്ക് എന്നിവയെല്ലാം ഈ ബിസിനസിനെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. യാതൊരു ആസൂത്രണവുമില്ലാതെ മറ്റ് കമ്പനികളെ ഏറ്റെടുക്കാൻ പോയതാണ് അവരുടെ ഏറ്റവും വലിയ തെറ്റ്. അതുപോലെ സർക്കാരിന്റെ സുരക്ഷാ നയങ്ങളെയും നിയമങ്ങളെയും അവർ വിലവെച്ചില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ സർവീസുകൾ മാത്രം കൂട്ടിയത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. NEPC മാത്രമല്ല, 1994 ശേഷം ഇതേ കാലയളവിൽ തുടങ്ങിയ പല വിമാന കമ്പനികളും പിന്നീട് തകർന്നുപോയി. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, മോഡിലിഫ്റ്റ് എന്നിവരെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ തകർച്ചകളുടെ പരമ്പര പിന്നീട് കാലങ്ങളോളം ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ തുടർന്നു. നമ്മൾ പിന്നീട് കണ്ട കിങ്ഫിഷർ എയർലൈൻസ്, ജെറ്റ് എയർവേസ്, പാരമൗണ്ട് എയർവേസ്, എയർ കോസ്റ്റ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തകർന്ന ഗോ ഫസ്റ്റ് എന്നീ കമ്പനികളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ സമാനമായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. അമിതമായ കടം, കൃത്യതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ, ഇവയെല്ലാം എല്ലാ കമ്പനികളുടെയും തകർച്ചയ്ക്ക് കാരണമായി. വ്യോമയാന മേഖല എന്നത് എപ്പോഴും വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഇത്തരം കമ്പനികൾ തകരുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കും അതിലെ ജീവനക്കാർക്കുമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ജോലിയാണ് ഒരു സുപ്രഭാതത്തിൽ നഷ്ടമാകുന്നത്. പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും ഉൾപ്പെടെയുള്ളവർ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകും. പല ജീവനക്കാർക്കും മാസങ്ങളോളം ശമ്പളം ലഭിക്കാറില്ല.
കൂടാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരുടെ പണം എന്നേക്കുമായി നഷ്ടമാകുന്നു. വിമാനത്താവളങ്ങൾക്കും ബാങ്കുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ കടം ബാക്കിയാകുന്നു. എന്നാൽ ഇതിന് ഉത്തരവാദികളായ കമ്പനി ഉടമകൾ പലപ്പോഴും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. NEPC ഗ്രൂപ്പിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കമ്പനി തകർന്നെങ്കിലും വ്യവസായികൾ പിന്നീട് മറ്റു പല പേരുകളിലും ബിസിനസ് തുടർന്നു. ഇത് നമ്മുടെ വ്യവസ്ഥിതിയുടെ വലിയൊരു പോരായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ വളരെ വലിയ ഒരു പരീക്ഷണമായിരുന്നു NEPC എയർലൈൻസ്. വളരെ വലിയ സ്വപ്നങ്ങളുമായി തുടങ്ങി ഒടുവിൽ വലിയ കടക്കണിയിൽപ്പെട്ട് അവർക്ക് പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. ശരിയായ നേതൃത്വം, കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, ജീവനക്കാരോടുള്ള പ്രതിബദ്ധത എന്നിവയില്ലാതെ ഒരു വിമാന കമ്പനിയും നിലനിൽക്കില്ല. ഇന്ത്യൻ ആകാശത്ത് മിന്നിമറഞ്ഞ ഒരു ഉൽക്ക പോലെയായിരുന്നു NEPC എയർലൈൻസ്. 1990കളുടെ തുടക്കത്തിൽ അവർ കാണിച്ചു തന്ന വലിയ സ്വപ്നങ്ങളും പിന്നീട് നേരിട്ട വലിയ തകർച്ചയും വ്യോമയാന മേഖല ഒരിക്കലും മറക്കില്ല. അവർ നൽകിയ പാഠങ്ങൾ ഇന്നും കോർപ്പറേറ്റ് ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.